ക്രിക്കറ്റിന്റെ തനിമയും ആവേശവും ഒട്ടു ചോർന്നു പോകാതെ കഴിഞ്ഞ 5 ദിവസമായി ലോസ് ക്രിക്കറ്റ് ഗ്രൗണ്ട് സാക്ഷ്യം വഹിച്ചത് അവിശ്വസനീയമായ പോരാട്ട വീര്യത്തിനാണ്. സച്ചിൻ ആൻഡേഴ്സൺ ട്രോഫിയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനോട് 22 റൺസിന് തോൽവി വഴങ്ങേണ്ടി വന്നെങ്കിലും ഇന്ത്യൻ ടീം പുറത്തെടുത്ത പ്രകടനം പ്രശംസ അർഹിക്കുന്നു. തോൽക്കാമായിരുന്ന മത്സരം കയ്യെത്തും ദൂരത്ത് വെച്ച് നഷ്ടമായതിന്റെ നിരാശയിലും മത്സരത്തിന്റെ ഗതിയെ മാറ്റിമറിച്ച നിർണായക നിമിഷം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. ബാറ്റ് നിര 2-ാം ഇന്നിംഗ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് എളുപ്പത്തിൽ ജയിക്കാമായിരുന്നു എന്ന ആരാധകരുടെ പക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഗിൽ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു സംഭവമാണ്. 1-ാം ഇന്നിംഗ്സിൽ ഋഷഭ് പന്ത് റണ്ണൌട്ടായ രീതിയാണ് മത്സരത്തിലെ നിർണായക നിമിഷമായി ഗിൽ കണക്കാക്കുന്നത്. ഈ റണ്ണൌട്ട് കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചുവെന്ന് ഗിൽ സമ്മതിക്കുന്നു. ഇന്ത്യക്ക് ഇംഗ്ലണ്ടിന്റെ 1-ാം ഇന്നിംഗ്സ് സ്കോറിനോട് ഒരു അധിക റൺ പോലും കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സംഭവം ഒരു പക്ഷേ ഇന്ത്യയുടെ തോൽവിക്ക് കാരണമായി എന്നത് ശക്തമായ ഒരു വാദമാണ്. 1-ാം ഇന്നിംഗ്സിൽ കെഎൽ രാഹുലും ഋഷഭ് പന്തും മികച്ച കൂട്ടുകെട്ടുമായി മുന്നേറുകയായിരുന്നു. ഇരുവരും ചേർന്ന് ഇന്ത്യയെ നിർണായകമായ ലീഡിലേക്ക് നയിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു. രാഹുൽ സെഞ്ചുറിക്ക് തൊട്ടടുത്ത് 99 റൺസ് നിൽക്കുമ്പോഴായിരുന്നു പന്തിന്റെ റണ്ണൌട്ട്. രാഹുലിന് സ്ട്രൈക്ക് ലഭിക്കാൻ വേണ്ടി പന്ത് അനാവശ്യമായി വിളിച്ച റൺ കോളായിരുന്നു വിക്കറ്റിൽ കലാശിച്ചത്. ആ വിക്കറ്റ് നഷ്ടമായിരുന്നില്ലെങ്കിൽ മത്സരത്തിന്റെ ഫലം മറ്റൊന്നായേനെ എന്ന് ഗിൽ അഭിപ്രായപ്പെടുന്നു. ഈ റണ്ണൌട്ടിന്റെ പേരിൽ ആരാധകർക്കിടയിൽ കെഎൽ രാഹുലിനെ കുറ്റപ്പെടുത്തുന്ന ചർച്ചകൾ സജീവമായിരുന്നു. 99 റൺസ് നിൽക്കുന്ന രാഹുലിന് സെഞ്ചുറി നേടാൻ അവസരം നൽകാൻ വേണ്ടിയാണ് പന്ത് സാഹസികമായി റണ്ണിന് മുതിർന്നതെന്നായിരുന്നു പലരുടെയും വാദം. എന്നാൽ ഈ വിഷയത്തിൽ ആരെയും കുറ്റപ്പെടുത്താതെയാണ് ക്യാപ്റ്റൻ ഗിൽ സംസാരിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. റൺ കോൾ വിളിക്കുന്നതിൽ ഉണ്ടായ പന്തിന്റെ വീഴ്ച മാത്രമായിരുന്നു അത്. ഗിൽ പറയുന്നു, ടീമിനെ ഒന്നാമതെത്തിക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത്. അത് കണക്കുകൂട്ടലിലെ പിഴവാണെന്ന് ഞാൻ കരുതുന്നു. രാഹുൽ ഋഷഭിനോട് ലഞ്ചിന് മുമ്പ് എന്റെ സെഞ്ചുറി പൂർത്തിയാക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞിരിക്കാം. 99 റൺസിൽ ബാറ്റ് ചെയ്യുമ്പോൾ ബാറ്റർ സമ്മർദ്ദം അനുഭവിക്കുന്നു. പക്ഷേ കെഎൽ രാഹുലിന്റെ വ്യക്തിഗത നാഴികക്കല്ല് കാരണം ഋഷഭ് പന്ത് പുറത്തായി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഗിൽ ഈ സംഭവത്തെ വിധി നിർണയത്തിലെ പിഴവ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഋഷഭ് ആയിരുന്നു കോൾ വിളിച്ചത്. കെഎൽവൈ ആയിരുന്നു അപകടത്തിന്റെ അറ്റത്തുള്ളത്. വിധിയുടെ പിഴവായിരുന്നു എന്ന് ഞാൻ പറയും. ഏതൊരു ബാറ്റർക്കും ഇത് സംഭവിക്കാം, ഗിൽ പക്വതയായി പ്രതികരിച്ചു. ഈ വാക്കുകൾ കളിക്കാർക്കിടയിൽ പരസ്പരം കുറ്റപ്പെടുത്തുകളിൽ നിന്നും ടീം സ്പിരിറ്റോടെയാണ് കാര്യങ്ങൾ സമീപിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു. റണ്ണൌട്ടുകൾ കളിയുടെ ഭാഗമാണെന്നും അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവാണെങ്കിലും ടീമിന് നഷ്ടമാണെന്നും ഗിൽ ഓർമ്മിപ്പിക്കുന്നു. മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി വഴങ്ങേണ്ടി വന്നെങ്കിലും 5-ാം ദിനം രവീന്ദ്ര ജഡേജ നടത്തിയ ഒറ്റയാൾ പോരാട്ടം കയ്യടി അറിയിക്കുന്നു. 5-ാം ദിനം കളി ആരംഭിച്ചപ്പോൾ തന്നെ വിക്കറ്റുകൾ തുരുതുരെ വീണതോടെ ഇന്ത്യ വളരെ കുറഞ്ഞ സ്കോറിന് ഓൾ ഔട്ട് ആകുമെന്നും പലരും കരുതിയിരുന്നു. എന്നാൽ രക്ഷകനായി അവസാന വിക്കറ്റുകളിൽ ജഡേജ നിലയുറപ്പിച്ചു. ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ചെറുത്തുനിൽപ്പ് ഇന്ത്യൻ സ്കോർ ബോർഡിന് മാന്യമായ സംഭാവന നൽകുകയും ഇംഗ്ലണ്ടിന് കാര്യങ്ങൾ എളുപ്പമാക്കാതെ പോരാട്ടം ഘടിപ്പിക്കുകയും ചെയ്തു. ഈ പ്രകടനം ആരാധകരുടെ പ്രശംസ പിടിച്ചുപറ്റി. 3-ാം ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറയുടെ പന്ത് പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൈക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ഋഷഭ് പന്തിന്റെ കാര്യത്തിൽ ആരാധകർ ആശങ്കയിലായിരുന്നു. മത്സരത്തിന്റെ 2-ാം ഇന്നിംഗ്സിൽ പന്തിന് പകരം ധ്രുവ് ജുറലായിരുന്നു കീപ്പറായി നിന്നത്. എന്നാൽ ഈ പരിക്ക് സാരമുള്ളതല്ലെന്നും അടുത്ത ടെസ്റ്റിൽ അദ്ദേഹം കളിക്കുമെന്നുമാണ് ഗിൽ പറയുന്നത്. ഇത് ഇന്ത്യൻ ടീം ക്യാമ്പിനും ആരാധകർക്കും ഒരുപോലെ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. പന്തിന്റെ സാന്നിധ്യം ബാറ്റിങ്ങിലും വിക്കറ്റ് കീപ്പിലും ടീമിന് നിർണായകമാണ്. ലോർഡ്സിലെ തോൽവി നിരാശാജനകമാണെങ്കിലും കളിക്കാർക്കിടയിലെ ടീം സ്പിരിറ്റും പരസ്പരം പിന്തുണയ്ക്കാനുള്ള സന്നദ്ധതയും ഈ പ്രസ്താവനകളിലൂടെ വ്യക്തമാക്കുന്നു. വരും മത്സരങ്ങളിൽ ഈ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശക്തമായി തിരിച്ചു വരാൻ ഇന്ത്യക്ക് കഴിയുമോ എന്ന് കണ്ടറിയാം.